ഇൻട്രോ. സോ ഗൈസ് നമ്മളപ്പോൾ ഫിഷിംഗ് ഡേ 3 വന്നിട്ടുണ്ട്. നമ്മുടെ കുക്ക് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് മീൻ പിടിച്ച് പോയതാണ് ഗൈസ്. ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പം അതില്ലേ വെള്ളം അത്യാവശ്യം ഉണ്ട്. സോ ഗൈസ് നമുക്ക് നമ്മുടെ മീൻ പിടുത്തം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറേ എംസാൻഡ് കാര്യങ്ങൾ കൊണ്ടിട്ടുണ്ട്. സോ ഗൈസ് ഇവിടെ എന്തോന്ന് ഉണ്ടാക്കുന്നുണ്ട്. സോ നമ്മുടെ ഫിഷിങ് കാര്യങ്ങൾ ഇനി ഇവിടെ നടക്കത്തില്ല. ഉണ്ടല്ലേ, ഇവിടെയൊക്കെ വെള്ളം നല്ല രീതിക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിക്ക് വെള്ളമൊക്കെയുള്ള സ്ഥലമായിരുന്നു. സോ ഗൈസ് ഇപ്പോൾ താണ്ടേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വലുതുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ കിട്ടത്തില്ല. സോ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് കോരൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നിറച്ചും ചളിയാണ്. നമുക്കിതിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഗൈസ് അപ്പോൾ നമുക്കിത് 1-2 ചെറിയ മക്കളെ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇവരെ നമ്മൾ തിരിച്ച് മറ്റേ റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. വലുതിനെ കിട്ടുമ്പോൾ മാത്രം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഫുൾ ചളിയാണ്. ഓക്കെ, നമ്മുടെ വലയ്ക്കാണെങ്കിൽ ഓട്ടയും വീണിട്ടുണ്ട്. ചാൻസ് കുറവാണ് അല്ലേ? അല്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കോരിയ സമയത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഗൈസ് കുറച്ച് ഈ ഒരു കോരൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എടുത്തു നമുക്കിപ്പം ഒരു 2-3 കൊഴുപ്പനെ കിട്ടി. ഇതാണ് കൊഴുപ്പം, വൈൽഡ് ബാറ്റ. ഓക്കെ, വൈൽഡ് ബാറ്റ ദിവസം എടുത്തിട്ട്. ഓക്കെ, 1-2 അങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെയും വൈൽഡ് ബാറ്റ. സോ ഗൈസ് നമ്മുടെ അടുത്ത കോരലേക്ക് കോരിയിട്ടുണ്ട്, വൈൽഡ് ബാറ്റിനെ കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ് അപ്പോൾ നമ്മൾ വെള്ളം മുക്കി ഒഴിവാക്കാനുള്ള പ്ലാനായിരുന്നു. നമ്മുടെ അടുത്ത് ചെറിയ പാത്രമായിരുന്നല്ലേ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പാത്രം വെച്ച് മുക്കി ഒഴിവാക്കി എവിടെ എത്തുന്നില്ല. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പാത്രം വെച്ചാണ് നമ്മൾ മുക്കി ഒഴിവാക്കിക്കൊണ്ടിരുന്നത്. അല്ലാതെ നമുക്ക് കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മച്ചാനാണെങ്കിൽ ഇതാണ് ഈ കളർ സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മുടെ മച്ചാൻ അവിടെ ബക്കറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ടില്ല, അപ്പോൾ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകാം. നമ്മളിവിടെ വെള്ളം ഒഴിവാക്കുകയായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി നോക്കി വരാം. സോ ഗൈസ് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലേ, പുതിയൊരു ടെക്നിക്ക് യൂസ് ചെയ്ത് വെള്ളം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഥവാ അതിൽ മീൻ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വലേൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നേരെ ഇരുട്ടാനായിട്ടുണ്ട്. നമ്മുടെ ഇത് സക്സസ്ഫുൾ ആകുമെന്നൊരു ഐഡിയ ഇല്ല. സോ ഗൈസ് അപ്പോൾ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു വലിയ മീൻ മിസ്സായിട്ടോ, കിട്ടിയില്ല. അവൻ തുള്ളി വെള്ളത്തിലേക്ക് പോയി കളഞ്ഞു. പുതിയ ടെക്നിക്കുകൾ നിങ്ങൾക്ക് ഇതിൽ കൂടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ആരും പ്രയോഗിക്കാത്ത ടെക്നിക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ഫൈനലായിട്ടുള്ള നമ്മുടെ കോരലായിരുന്നത് നമ്മൾ വെള്ളം ഒഴിവാക്കി ഒരു മൂലക്കലിൽ കോരിയാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കിട്ടുമെന്ന്, ഇതാണ് ലാസ്റ്റ് പ്രതീക്ഷ. ഓക്കെ ഗൈസ്, എന്തൊക്കെയോ മീനുകളൊക്കെ ഇളകുന്നത് കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കണം ഗൈസ്. വെള്ളം നല്ല വെള്ളമുണ്ട്. എന്താണ് മച്ചാനെ, വല്ലതും ഉണ്ടോ ഗൈസ്? ബിരാലി വെള്ളമെടുത്തോ ഗൈസ്. കണ്ട, ഇതാണ് ഗൈസ്. നമുക്കങ്ങനെ ഒരു ബ്രാലി പോയിട്ടില്ല ഗൈസ്. നമ്മളെ പുല്ലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെങ്ങനെയൊക്കെ പിടിച്ചോക്കെ. ഇതാണ്ട കിടക്കണം വെള്ളം അച്ഛനെ കുറച്ച് വെള്ളം മതി. പെട്ടെന്ന് വരും. സോ ഗൈസ് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ കിട്ടിയ ബ്രാൽ നമ്മുടെ ഇതിലിട്ടാണ്. ഓക്കെ സോ ഗൈസ് ഒരു ബ്രാലിനെ കിട്ടിയിട്ടുണ്ട്. മോനെ മതി. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനിയും ഉണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഏകദേശം 6 മണി 6:30 ആയിട്ടുണ്ടാവും സമയം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.